ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കുറേ പ്രധാന ക്വസ്റ്റ്യൻസ് ആണ്. ഏത് എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള കുറേ ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് എന്ന്. അപ്പോൾ സ്ത്രീധന നിരോധനം നിയമം എന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം ഇതായതുകൊണ്ട് ഈ അടുത്ത കഴിഞ്ഞ ഏതെങ്കിലും വർഷങ്ങളാകും എന്നാണ് ഓർമ്മിക്കുക. എന്നാൽ സ്ത്രീധന നിരോധന നിയമം ഈ അടുത്തൊന്നുമല്ല വന്നത്, അത് 1961 വന്നു കഴിഞ്ഞു. അപ്പോൾ സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ 1961. അടുത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ. മിക്കവാറും അടുത്ത് നടന്ന എല്ലാ പരീക്ഷകൾക്കും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറുമാണിത്. രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ രംഗനാഥ മിശ്ര. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം. അത് ദേശീയ തൊഴിലുറപ്പ് നിയമം ഒരു 5 പാർലമെൻറ്റ് പാസ്സാക്കിയത്. ഏതഞ്ചിൽ? 2005. അപ്പോൾ ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം ഏതാണ്? 2005 5 പാസ്സാക്കി. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? അപ്പോൾ ബാലവേല നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നത് ഒന്നല്ല. അതായത് കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുക, അത് ഏത് പണിയായിക്കൊള്ളട്ടെ, കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പാടില്ല. അത് നമ്മുടെ ഭരണഘടന നിരോധിച്ചിരിക്കുന്നു. ഏത് അനുച്ഛേദം അനുസരിച്ചാണ് ഭരണഘടന അത് നിരോധിച്ചിരിക്കുന്നത്? അനുച്ഛേദം 24. വളരെ പ്രധാനപ്പെട്ട ഒരു അനുച്ഛേദമാണ് 24-ാം അനുച്ഛേദം. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ബാലവേല 24 അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? അനുച്ഛേദം 24 അനുസരിച്ച് ബാലവേല നിരോധിച്ചിരിക്കുന്നു. അടുത്ത, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി. അപ്പോൾ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ഇന്ത്യയും ചൈനയും തമ്മിലാണ്. ആ ചൈനയിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ആരെന്നാണ്? ചൗ എൻ ലായ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ചൈനയുടെ അപ്പോൾ ചൗ എൻ ലായ് ആണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയും പാകിസ്ഥാനും താഷ്കൻഡ് കരാർ ഒപ്പിട്ട വർഷം. താഷ്കൻഡ് കരാർ 1966. താഷ്കൻഡ് കരാറിൽ ഒപ്പുവെച്ച വർഷം 1966. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? വളരെ ഇമ്പോർട്ടൻ്റായ ഒരു ക്വസ്റ്റ്യനാണ്. ഭരണഘടനയുടെ മുമ്പ് തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? അത് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു ആമുഖം എഴുതി തയ്യാറാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കാനുള്ള സംവിധാനം. വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കാനുള്ള സംവിധാനമാണ് ജനഹിത പരിശോധന. അടുത്ത ക്വസ്റ്റ്യൻ, യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാര പരിധിയിൽപ്പെടുന്നത് ഏതാണ്? ഇതിലൂടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. വാർത്താവിനിമയം, ക്രമസമാധാനം, വിദ്യുച്ഛക്തി, ജനസംഖ്യാ നിയന്ത്രണം. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ ഇതിൽ പെടുന്നതാണ് വാർത്താവിനിമയം. വാർത്താവിനിമയം എന്ന് പറയുന്നത് ഒരു യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്? 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ.
അടുത്ത ക്വസ്റ്റ്യൻസ്. അഴിമതി തടയുന്നതിന് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന സ്ഥാപനം രൂപം കൊണ്ട വർഷം. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന, ഇത് അടുത്തടെയൊന്നും കേൾക്കാത്തൊരു ക്വസ്റ്റ്യനാണ്. വിജിലൻസ് കമ്മീഷൻ്റേത് 1964. അടുത്ത് പ്രധാനപ്പെട്ട വളരെ കാലിക പ്രസക്തി ഉള്ളതും വളരെ ഇമ്പോർട്ടൻ്റതുമായതുമായ ഒരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം. സ്ത്രീകൾക്ക് വോട്ടവകാശം ഇല്ലാതിരുന്ന കാലത്ത് പുരുഷന്മാർ മാത്രമാണ് വോട്ട് ചെയ്തിരുന്നെങ്കിലോ ഓരോ പ്രശ്നത്തിനും അതിൻ്റേതായ ഒരു തീരുമാനം വരുമായിരുന്നു. അല്ല, അപ്പോൾ സ്ത്രീകളും കൂടെ വോട്ടവകാശത്തിൽ വോട്ട് ചെയ്യാൻ ആരംഭിച്ചു. അവരവർക്ക് അവരവരുടെ ഇത് രേഖപ്പെടുത്താം. അത് ഏത് വർഷമാണ്? 1947. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം തന്നെ. അതത്ര ഓർമ്മിക്കാൻ എളുപ്പമാണ്. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 1947 തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ലോക്സഭാ സ്പീക്കർ തൻ്റെ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ലോക്സഭാ സ്പീക്കർ നൽകേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. അത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ലോക്സഭാ സ്പീക്കർ രാജിക്കത്ത് നൽകേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. അടുത്ത്. ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെയാണ്? ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലുള്ള വികസന പദ്ധതികളെല്ലാം തന്നെ തയ്യാറാക്കുന്നത് അവിടുത്തെ ഗ്രാമസഭയിലാണ്. വികസന പദ്ധതികളെല്ലാം തന്നെയും തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാൻ സമയമായി വരുന്നു. എല്ലാവരും ഈ ക്ലാസ് കാണണം. ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. ഓക്കെ.